ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മാമ്പുഴ പാലത്തിന്റെ അടുത്താണ്. മാമ്പുഴ പാലം ടോൾ പ്ലാസ വരുന്ന ഭാഗത്ത് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗത്തുള്ള പുതിയ വന്നിട്ടുള്ള മാറ്റങ്ങളാണെന്ന് നോക്കുന്നത്. അപ്പൊ ഈ ഭാഗത്തൊക്കെ വീണ്ടും പുതുതായിട്ട് ടാറിംഗ് ഒക്കെ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ കാണാം, ഇവിടം വരെയാണ് ലൈൻ മാർക്കിങ്. ഇവിടുന്ന് അങ്ങോട്ട് വീണ്ടും പുതുതായിട്ട് ടാറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ മുകളിലൊക്കെ ടാറിങ് ഓൾറെഡി കഴിഞ്ഞിരുന്നേ, ഇപ്പൊ വീണ്ടും ഒന്നുകൂടെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഡ്രൈനേജിന്റെ വർക്കുകൾ പകുതി ആയിട്ടുള്ളൂ. കുറച്ച് ഭാഗത്ത് അവിടെ കാണാം, അവിടുന്നൊക്കെ ഇങ്ങനെ ഡ്രൈനേജിന്റെ വർക്കുകൾ നടക്കുന്നുണ്ട് ആ ഭാഗത്തൊക്കെ. ഇതാണ് നമ്മുടെ പന്തീരങ്കാവ് ഭാഗത്തുനിന്ന് വരുന്ന സർവീസ് റോഡ്. അവിടെ ഒരു എൻട്രി പോയിന്റ് ഉണ്ട് ഹൈവേയിലേക്ക്. ഇവിടെ ഇതുവഴി ഇങ്ങനെ ഇനി വർക്കുകൾ നടക്കാനുണ്ട്. സർവീസ് റോഡിന്റെ വർക്കുകളൊക്കെ നടക്കാനുണ്ട്. ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ക്രാഷ് ബാരിയർ, ഇവിടെ കമ്പിയൊക്കെ കൊടുത്തത് കാണുന്നുണ്ട്. ഇനി ഇത് കോൺക്രീറ്റ് ചെയ്ത് പിടിപ്പിക്കാൻ വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോ എടുക്കാൻ വന്ന സമയത്തും നമ്മൾ ഇത് പറഞ്ഞിരുന്നത് ഈ പോസ്റ്റുകൾ എടുത്തു മാറ്റിയിട്ടില്ല എന്ന്. ഇവിടെ വീണ്ടും പുതിയതായിട്ട് ടാറിങ് ചെയ്തു, എന്നിട്ടും ഇത് എടുത്തു മാറ്റിയിട്ടില്ല കാണാം നമുക്ക്. അപ്പൊ ഇനി ഇത് എടുത്തു മാറ്റുന്ന സമയത്ത് ഇവിടെയൊക്കെ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ ഇത് കുറച്ച് വൈകും തോന്നുന്നു. ഇവിടെ നിന്ന് ഒരു മാറ്റങ്ങളൊന്നും കാണുന്നില്ല. ഇത് എടുത്തു മാറ്റുന്ന ഒരു വർക്കിന്റെ പറ്റിയ ഒരു ഐഡിയാസും കാണുന്നില്ല. എടുത്തു മാറ്റാഞ്ഞാൽ പ്രശ്നം തന്നെ ആയിരിക്കും. ഇത് ഹൈവേയിലാണ് നിൽക്കുന്നത്. അപ്പൊ സർവീസ് റോഡിന്റെ ഭാഗത്താണ് എല്ലായിടത്തും കാണുന്നത്. അപ്പൊ ഡെക്കാത്തിലോണ്ട് അങ്ങോട്ട് പോകുന്ന ഒരു സർവീസ് റോഡാണ് ഇത്. അപ്പൊ നമുക്ക് ഇനി മുന്നോട്ടുള്ള ഭാഗത്ത് പുതുതായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാ നോക്കാം. അവിടെ പാലത്തിന്റെ വർക്കുകളൊക്കെ നടന്നിരുന്നേ, ഗർഡർ ലോഞ്ചിങ് ഒക്കെ നടന്നിരുന്നേ. അപ്പൊ എത്രത്തോളം വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്ന് നമ്മൾ നോക്കാം. പാലം വർക്ക് നടക്കുന്ന ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത് പോയി നോക്കാം. ഇവിടെ ഗർഡറുകളൊക്കെ കൂട്ടി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അന്ന് വന്ന സമയത്ത് ഇങ്ങനെയൊന്നും ചെയ്തിട്ട് കണ്ടില്ലായിരുന്നു. ഇതുപോലുള്ള ഈ സ്റ്റാൻഡുകൾ, കമ്പികളൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. ഇവിടെ ഈ ഗർഡർ മാത്രമായിരുന്നു അന്ന് കൊടുത്തിരുന്നത്. ഇതാണ് ഇവിടെയുള്ള വർക്കേഴ്സ് താമസിക്കുന്ന ഓരോ ഷെഡുകൾ. ഇവിടെയൊക്കെ കുറേ ഭാഗത്തൊക്കെ കോൺക്രീറ്റ് ഒക്കെ ഇട്ട് ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ പുഴേൻ്റെ ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഒന്ന് നോക്കാം എങ്ങനെയുണ്ട്. വെള്ളമൊക്കെ നല്ല രീതിയിൽ ഒഴുകി പോകുന്നുണ്ട് കാണാം. അവിടെ എന്തൊക്കെയോ വർക്കുകൾ വീണ്ടും പൈലിംഗ് ഒക്കെ നടക്കുന്നുണ്ട് തോന്നുന്നു. അതിന്റെ മുകളിൽ കമ്പി കെട്ടുന്ന വർക്കാണോ അതോ കോൺക്രീറ്റ് ചെയ്തോ എന്ന് അറിയില്ല. നമുക്ക് മുകളിൽ നിന്ന് പോയാലേ അറിയുള്ളൂ. അപ്പൊ ഞാൻ അങ്ങോട്ട് നോക്കിയിട്ടില്ല. അപ്പൊ ഇതാണ് ഇവിടെ മാമ്പുഴ. അപ്പൊ നമുക്കിനി മുകൾ ഭാഗത്ത് പോയി നോക്കാം. മുകൾ ഭാഗത്ത് പോയാൽ എങ്ങനെയാണ് ഇപ്പൊ അവിടെ വർക്ക് എന്ന് അറിയാൻ പറ്റുള്ളൂ. പഴയ പാലത്തിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ താഴ്ന്നു പോയ ഭാഗത്ത് വീണ്ടും കുറെ കോൺക്രീറ്റ് ടാറിംഗ് ഒക്കെ ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണാം, കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുന്നുള്ള ഷീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഷീറ്റ് വർക്ക് കഴിഞ്ഞാൽ പിന്നീട് കമ്പി കെട്ടുന്ന വർക്ക് ആയിരിക്കും. അപ്പം അതിനുള്ള തയ്യാറെടുപ്പുകളാണ്. ഇപ്പോൾ ഷീറ്റ് വർക്കാണ് നടക്കുന്നത്. രണ്ടും ഏകദേശം ഒരേ ഹൈറ്റ് എന്ന് പറയാൻ പറ്റൂല. ഇത് കുറച്ച് ഹൈറ്റ് കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. അതോ ഇനി ഈ ഫുട്പാത്തിന്റെ ഭാഗം പൊങ്ങി നിന്നിട്ടാണെന്ന് അറിയില്ല. ഇനി കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് വരുമ്പോൾ കറക്റ്റ് ആവും ഒന്ന് തോന്നുന്നു. അപ്പൊ ഇവിടെ ജോയിന്റിങ്ങിന് വേണ്ടിയുള്ള ഭാഗത്തൊക്കെ ഇങ്ങനെ ഷീറ്റ് ചെയ്യുന്നുണ്ട്, ഷീറ്റ് കൊടുക്കുന്നുണ്ട്. ആ ഷീറ്റാണ് ഇപ്പോൾ ഇവര് ഈ ക്രെയിൻ ഉപയോഗിച്ച് ഇങ്ങനെ കൊടുക്കുന്നത്. അതിന്റെ വർക്കാണ് അവിടെ നടക്കേണ്ടത്. വളരെ വേഗത്തിൽ നല്ല രീതിയിൽ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും. അത് വളരെ കുറച്ച് ഭാഗത്താണ് ഇനി ഇവിടെയും വർക്കുകൾ ഉള്ളത്. മാമ്പുഴ പാലം, അതുപോലെ അറപ്പുഴ പാലം, അങ്ങനെയുള്ള ഭാഗത്ത് മാത്രമാണ്. കോഴിക്കോട് ഭാഗത്തും വർക്കുകൾ
മലാപ്പറമ്പ് ഭാഗത്ത് നമ്മൾ കാണിച്ചിരുന്നു. മലാപ്പറമ്പ് ഭാഗത്തും ഇനി വളരെ കുറച്ച് ഭാഗത്ത് മാത്രമാണ് വർക്ക് ഉള്ളത്. അത് നമുക്ക് ടോൾ പ്ലാസന്റെ അങ്ങോട്ടാണ് പോകുന്നത്. ടോൾ പ്ലാസന്റെ അവിടെ വലിയ മാറ്റങ്ങൾ തന്നെ സംഭവിച്ചിട്ടുണ്ട്. കുറെ ബോർഡുകളും ലൈനിന്റെ കൊടുത്തതായിട്ടുള്ള ബോർഡുകളൊക്കെ കാണുന്നുണ്ട്. അങ്ങോട്ടാണ് പോകാനുള്ളത്. അപ്പൊ നമ്മുടെ ചാനലിൽ വളരെ കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒരു സപ്പോർട്ട് തരിക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങള്. അപ്പൊ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. മഴന്റെ നല്ല മൂടലുണ്ട്, അതുകൊണ്ട് ക്ലിയർ കുറവായിരിക്കും. അപ്പോൾ ഇവിടെ പുതുതായിട്ട് ഇതാ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇംഗ്ലീഷില്, ഹിന്ദിയില്, മലയാളത്തില് എല്ലാത്തിലും ഉണ്ട്. ഇങ്ങനെ ഓരോ ട്രാക്കിലേക്ക് പോവേണ്ട വണ്ടികളുടെ ബോർഡുകൾ കാണാം. കാറ് 1, ട്രക്ക് അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ 2, 3 അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. ബസ് ഒക്കെ ഓരോ വാഹനത്തിന്റെ ഇതൊക്കെ കറക്റ്റായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഭാഗത്ത് ഇനി കട്ടയൊക്കെ പതിച്ച് ഒന്ന് ഉയർത്താൻ സാധ്യത ഉണ്ട്. അതിനുള്ള ഒരു ഭാഗം പോലെ തോന്നുന്നത് മഴ പെയ്തത് കൊണ്ടാവും. ഈ ഭാഗത്തൊക്കെ വീണ്ടും ഇതിന്റെ മുകളിലൊക്കെ അങ്ങനെ മെറ്റൽ പൊങ്ങി കിടക്കുന്നത് കാണുന്നുണ്ട്. ഫിനിഷിങ് വർക്ക് ചെയ്യാനുണ്ട്. അപ്പൊ ഇവിടെ ടോൾ പ്ലാസന്റെ മുകൾ ഭാഗത്തൊക്കെ അടിപൊളിയായിട്ട് വീണ്ടും ഒരു ടൈല് പതിച്ച പോലെ കാണുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗി തോന്നുന്നുണ്ട്. അതിന്റെ വർക്കുകളൊക്കെ ഇപ്പൊ 5, 4, 2, 3, 2, 1 ഇങ്ങനെ 5 ലൈനായിട്ട് ഫാസ്റ്റ് ട്രാക്കിന്റെ ബോർഡൊക്കെ കൊടുത്ത് കാണുന്നുണ്ട്. ഇവിടെ കാറ്, ഇപ്പുറത്തും കാറ്, ഇപ്പുറത്ത് ബസ്, 3 ബസ്, 4 ബസ്സും ട്രക്കും അങ്ങനെ ഓരോന്നിനും ഓരോ വെഹിക്കിളിനും പ്രത്യേകം ഇതൊക്കെ എഴുതിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ കണ്ടെയ്നറിൽ വലിയ വാഹനങ്ങൾക്കൊക്കെയാണ് തോന്നുന്നത്. അങ്ങനെയുള്ള ബോർഡുകളൊക്കെ ഇവിടെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. വളരെ വേഗത്തിൽ വർക്കുകൾ നടക്കുന്നുണ്ട്. ഇനി ഇവിടെയും കൂടെയാണ് കുറച്ച് കൂടുതൽ വർക്ക് ഉണ്ടായിരുന്ന ഒരു ഭാഗം. പിന്നെ അറപ്പുഴ പാലം കുറച്ച് വൈകും. അവിടെ ഓൾറെഡി 2 പാലം ഉണ്ട്. ഇപ്പം പൈലിംഗ് ഒക്കെ നടക്കുന്നുള്ളൂ. അതിപ്പോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു. അത് ഇവിടെ എത്തുമ്പോൾ ഈ ഭാഗത്ത് ഇനി കോൺക്രീറ്റ് ചെയ്യാനുള്ള കാണാം. ഇവിടെ സെൻസറിന്റെ വർക്കുകളൊക്കെ കാണാം. ഈ ഭാഗത്ത് ഇവിടെ വെട്ടിച്ചിറ പോലുള്ള ഒരു ഡിസൈനിലല്ല, കുറച്ച് വ്യത്യാസമുണ്ട് ഇവിടുത്തെ വർക്കും കാര്യങ്ങളൊക്കെ കാണാം. നമുക്ക് ഓരോ ട്രാക്കുകളൊക്കെ പ്രത്യേകം എന്നെ കാണിക്കുന്നുണ്ട്. അവിടെ ഒരു വേറെ രീതിയിലാണ്. ഇതിന് മുകളില് വെയില് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് ക്ലിയർ ഇല്ല തോന്നുന്നു. ഇങ്ങനെ ഒരു കല്ലിന്റെ ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് വരച്ചതാണ് കേട്ടോ, അല്ലാതെ ഇങ്ങനെ എന്തല്ല പെയിന്റ് ചെയ്താണ്ട് വരച്ചതാണ് ആ കല്ലിന്റെ ഡിസൈനൊക്കെ. അപ്പുറത്തുനിന്ന് ഒന്ന് പോയി നോക്കാം. ആ ഭാഗത്തുനിന്ന് ആകുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ കിട്ടും തോന്നുന്നു. ഇവിടെ ഈ സൈഡിൽ ക്രാഷ് ബാരിയറിന്റെ വർക്ക് നടക്കുന്നുണ്ട്. സ്റ്റെപ്പിന്റെ അടിയിൽ കോൺക്രീറ്റ് ചെയ്തു. ഇവിടെ കോൺക്രീറ്റ് ചെയ്ത ഭാഗം ഇങ്ങനെ കട്ട് ചെയ്യുന്ന വർക്ക് ഉണ്ടല്ലോ, അതാണ് നടക്കുന്നത്. വളരെ വേഗത്തിൽ എല്ലാ വർക്കും നടക്കുന്നുണ്ട്. അവിടെയാണ് ഇതിന്റെ വെയിറ്റ് ടെസ്റ്റിംഗ് ഒക്കെ നടക്കുന്ന ഭാഗം. അങ്ങനെയുള്ള അതിന്റെ വർക്ക് നടക്കുന്നുണ്ട്. ടോൾ പ്ലാസ ഇവിടുന്ന് ആകുമ്പോൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ കാണാൻ പറ്റും തോന്നുന്നു. പെയിന്റിങ് വർക്കുകളാണ് നടക്കുന്നത്. അവിടെ ഒരു ബോർഡർ കൊടുത്തിട്ട് അതിന്റെ സൈഡിൽ പെയിന്റ് ചെയ്യാണ്. ഇവിടെ ഈ സൈഡിലും ക്രാഷ് ബാരിയറിന്റെ വർക്ക് നടക്കുന്നുണ്ട്. ക്രാഷ് ബാരിയറിന്റെ വർക്ക് നടക്കുന്ന മെഷീന് അവിടെ കാണാം. മെഷീൻ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഈ ഭാഗത്ത് കുറച്ച് ഭാഗത്ത് തേപ്പല്ല ക്രാഷ് ബാരിയറിന്റെ വർക്ക് തന്നെയാണ് നടക്കുന്നത്. അങ്ങനെയുള്ള വർക്കുകൾ നടക്കുന്നുണ്ട്. എല്ലാ വർക്കും നല്ല വേഗത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെയും കൂടെ ഒന്ന് നോക്കാം. ആ ഭാഗത്ത് ഇതാണ് വാഹനങ്ങളുടെ വെയിറ്റ് ടെസ്റ്റ് ചെയ്യേണ്ടത്. ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ കയറി വരിക. ഈ ലോഡിങ് വണ്ടികളൊക്കെ ഇതിലാണ് വെയിറ്റ് നോക്കുന്നത്. അപ്പം അതിൻ്റെ ഓഫീസാണിത്. ഓഫീസിൻ്റെ ഭാഗത്തൊക്കെ നല്ല അടിപൊളിയായിട്ട് കട്ടൊക്കെ ഒരു ചെങ്കല്ല് ഉപയോഗിച്ചുള്ള ഒരു ടൈലാണ് ഉപയോഗിച്ചിട്ടുണ്ട്.
അതിൻ്റെ വർക്ക്. ഇവിടെ അതാ കോൺക്രീറ്റ് ചെയ്യണേ, എന്തൊക്കെയാണ് അറിയില്ല. ഇവിടെ ടോയ്ലറ്റിൻ്റെ കുഴിയാണെന്ന് തോന്നുന്നത്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പുറത്ത് ഇതിന് വേണ്ട ഓട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയോ റൂമുകളൊക്കെ ഉണ്ട്. ഇവിടെ വേറൊരു ബിൽഡിങ്ങിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. കഴിയുന്ന വർക്കുകളൊക്കെ ഉടൻ പെയിന്റിംഗ് ഒക്കെ ചെയ്ത് ടൈലൊക്കെ ചെയ്ത് എത്ര വേഗത്തിലാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. എല്ലാ വർക്കുകളും വേഗത്തിലാക്കിയിട്ടുണ്ട്. ഇവിടെയും ഒരു ഓഫീസ് ബിൽഡിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പുറത്താണ് വേറെ ഒരു ടോള് വരുന്നത്. അതും ഇതുപോലെ തന്നെ പെയിന്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. രണ്ടും ഏകദേശം ഒരു ഡിസൈനിലും പെയിന്റിങ്ങിലൊക്കെയാണ്. ഇവിടെയാണ് ഇതിൻ്റെ ഇലക്ട്രിക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് തോന്നുന്നത്. അവിടെ ഒരു മീറ്റർ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. സെൻറ്റർ ഭാഗത്തുള്ള ക്രാഷ് ബാരിയർ ഇവിടെയൊക്കെ ഇങ്ങനെ വരുന്നിട്ടുള്ളത്. ഇവിടുന്ന് ഇങ്ങോട്ട് ഇപ്പോൾ ചെയ്തിട്ടില്ല. താൽക്കാലികമായിട്ട് ഇവിടെ ഇങ്ങനെ തുറന്നു കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് ഇവിടെ ഒരു അണ്ടർപാസ് ആണ്. അണ്ടർപാസിൻ്റെ ഈ ഭാഗത്ത് ഇങ്ങോട്ടൊരു സർവീസ് റോഡൊക്കെ ഉണ്ട്. ഇതൊക്കെ കുറേ മുന്നേ വർക്ക് കഴിഞ്ഞാണ്. ഇവിടെ കുറച്ച് വീതിയൊക്കെ കുറഞ്ഞ പോലെ ഒരു തോന്നുന്നത് കണ്ടില്ലേ. ഈ ഭാഗത്തേക്ക് നല്ല വീതി ഉണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ചെറുതായി പോകുന്ന ഒരു രീതിയിലാണ് ഇവിടുത്തെ ഒരു വർക്ക് വന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അറിയില്ല. ഈ സൈഡിലേക്ക് പോകുന്ന വാഹനങ്ങളുടെ വെയിറ്റ് ടെസ്റ്റ് തൂക്കുന്ന നോക്കുന്നൊക്കെ ഈ ഭാഗത്താണ്. അതിൻ്റെ സംഭവമാണ് അവിടെ ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ വരുമ്പോഴും ഇതാണ് നമ്മൾ പറഞ്ഞില്ലേ കറണ്ടിൻ്റെ ഇതൊക്കെ കൊടുക്കാനുള്ളത്. അതിനുള്ള പൈപ്പാണിത്. നമ്മളെ വീട്ടിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെയുള്ള ഇത് വലിയ മണ്ണുള്ള പൈപ്പാണ്. കണ്ടില്ലേ അവിടെ ആണ് കറണ്ടിൻ്റെ സംഭവങ്ങളൊക്കെ കൊടുക്കുന്നത്. അണ്ടർപാസിൻ്റെ ഉള്ളിൽ കുറേ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങോട്ടുള്ള സർവീസ് റോഡ് കാണാം. സർവീസ് റോഡിൻ്റെ ഈ ഭാഗത്തൊക്കെ ഇപ്പോഴും കുറേ ഭാഗത്ത് കമ്പികളൊക്കെ പൊങ്ങിയിട്ടുണ്ട്. അത് എടുത്തൊഴിവാക്കുന്ന തോന്നുന്നത്. ഇവിടെ ലൈറ്റിൻ്റെ കാലുകൾ ഇങ്ങനെ കൂട്ടിയിട്ട് കാണാം. ലൈറ്റിൻ്റെ കാലുകൾ എവിടെയും കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലേൻ്റെ ഭാഗത്തൊക്കെ കാലുകൾ കൊടുത്തതിൻ്റെ ഉള്ളിൽ കണക്ഷനൊക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ടെസ്റ്റിങ്ങുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വെയിറ്റ് ടെസ്റ്റിങ് നടത്തുന്ന മെഷീന്. ഇതിൻ്റെ ഓഫീസ് ഇതാണ്. കടല മുട്ടായി വെച്ച പോലെ ഉണ്ട്. ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇവിടെയാണ് ഇതിൻ്റെ ലൈറ്റൊക്കെ വരാനുള്ളത്. അതിന് വേണ്ടിയുള്ള ഇതാണ്. ഇവിടെ ഒരു വേറെ ഡിസൈൻ തന്നെയാണ്. മറ്റുള്ള ഭാഗത്തൊക്കെ ഇവിടെ കോൺക്രീറ്റ് ചെയ്താണെങ്കിൽ ഇങ്ങനെയാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ടാറിങ് മെഷീന് കാണാം. ടാർ ചെയ്ത് ലെവൽ ചെയ്യുന്ന മെഷീന്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെയുള്ള പുതിയ മാറ്റങ്ങൾ. അപ്പോൾ ഈ റോഡ് സൈഡിലുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് വന്നതാണ്. ഇവിടെ എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ കുറേ ഇങ്ങനെ ടോയ്ലറ്റ് ആണെന്ന് തോന്നുന്നത്. ടോയ്ലറ്റ് സംവിധാനങ്ങൾ ഒരുക്കിയതാണെന്ന് തോന്നുന്നത്. കാണാം ഇവിടെ 1, 2, 3, 4 ഇങ്ങനെ റൂമുകൾ കാണുന്നുണ്ട്. ഇവിടെ തന്നെ ഈ വഴിയിലുള്ള വരുന്ന ഒരു ഇങ്ങനെ ഓടിട്ട ഡിസൈനിൽ വരുന്ന ഈ സംഭവമാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ടോയ്ലറ്റ് ആയിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവിടേക്കൊക്കെ വന്ന് വീഡിയോ എടുക്കുമ്പോൾ
വളരെ നഷ്ടമാണ്. വളരെ കുറഞ്ഞ വ്യൂ മാത്രമാണ് ഉള്ളത്. അപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് കൂടുതൽ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.